നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലുള്ള നീളുമീ യാത്രതൻ വിസ്മയങ്ങൾ എന്ന യൂണിറ്റിലെ നക്ഷത്രം എന്ന പാഠമാണ്. ഇത് ഒരു കഥയാണ്. ഈ യൂണിറ്റ് എല്ലാം തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ, അട്ടപ്പാടി എന്നീ പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അത് രണ്ടും രണ്ട് യാത്രാനുഭവങ്ങളാണ്. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ വന്യജീവി ഫോട്ടോഗ്രാഫറായ NA നസീറിൻ്റെ ഷോളയാർ വനപ്രദേശത്തു കൂടിയുള്ള ഒരു യാത്രയുടെ അനുഭവം. അട്ടപ്പാടി എന്നത് രവീന്ദ്രൻ എഴുതിയ ഒരു യാത്രയുടെ അനുഭവം. നമ്മളിനി പഠിക്കാൻ പോകുന്ന നക്ഷത്രം എന്ന പാഠവും അതുപോലെ തന്നെ ഒരു യാത്രാനുഭവമാണ്. പക്ഷേ മറ്റ് രണ്ട് യാത്രാനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു യാത്രയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ കഥ എഴുതിയത് ആരാണെന്ന് നോക്കാം. ലളിതാംബിക അന്തർജനം കേട്ടിട്ടുണ്ടോ? മലയാളത്തിലെ വളരെ പ്രമുഖയായ ഒരു എഴുത്തുകാരിയായിരുന്നു ലളിതാംബിക അന്തർജനം. ആദ്യ കാലഘട്ടങ്ങളിൽ കവിതകളിലൂടെയാണ് ലളിതാംബിക അന്തർജനം മലയാള സാഹിത്യ മേഖലയിലേക്ക് വന്നതെങ്കിലും പിന്നീട് കഥാരംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ അഗ്നിസാക്ഷി എന്ന ഒരു നോവൽ വളരെ പ്രചാരം നേടി. ആ ഒരൊറ്റ നോവൽ കൊണ്ട് തന്നെ ലളിതാംബിക അന്തർജനം മലയാള സാഹിത്യ മേഖലയിൽ ഒരു ചിരപ്രതിഷ്ഠ നേടുക തന്നെ ചെയ്തു. നമ്പൂതിരി സമുദായത്തിൽ ജനിച്ച അവർ ആ സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തൻ്റെ കൃതിയിലൂടെ ആവിഷ്കരിച്ചു. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം അവർ തുറന്നുകാട്ടി. ഇവിടെ നമുക്കിനി നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. പാഠത്തിൻ്റെ പേര് നക്ഷത്രം. നക്ഷത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്, അല്ലേ? പലതരം യാത്രകൾ. ഒരു സ്ഥലത്തു നിന്നും നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പല ആവശ്യത്തിനായിട്ട് യാത്രകൾ പോകുന്നു. അവിടെ നമ്മൾ പലതും കാണുന്നു. നമ്മുടെ മനസ്സിൽ പല ഭാവനകൾ വിരിയുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങൾ മറികടക്കാൻ ചില സർഗാത്മക സാധ്യതകളും ഉയർന്നു വരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെല്ലാം നമ്മൾ സങ്കല്പങ്ങളിൽ കാണുന്നു, ഭാവനകളിൽ കാണുന്നു, ചിലത് യാഥാർത്ഥ്യമായി കാണുന്നു. ഇത് മറികടക്കാൻ നമ്മൾ നമ്മുടെ ഉള്ളിൽ ചില സർഗാത്മക സാധ്യതകൾ, എഴുതുക പോലെയുള്ള ചില കാര്യങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് യാത്ര പോവുകയാണ്. എവിടേക്ക്? സ്വപ്നലോകത്തേക്ക്. അവൻ്റെ യാത്ര സ്വപ്നലോകത്തേക്കാണ്. നമുക്ക് ആ യാത്രയൊന്ന് കാണാം. മഴ പെയ്തു തീർന്നു. പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല. കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടി ചിരിച്ചു. അച്ഛാ, നക്ഷത്രങ്ങൾ, നക്ഷത്രം പറക്കുന്നു. ഹായ്, എന്ത് രസം! ചെറിയ കുഞ്ഞാണ്. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശം തെളിഞ്ഞിരുന്നില്ല. നല്ല ഇരുട്ടുമുണ്ട്. പക്ഷേ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. ഇത് കണ്ടിട്ട് ആ കുഞ്ഞ് അച്ഛനോട് പറയുകയാണ്, ദാ അച്ഛാ, ആകാശത്ത് നക്ഷത്രങ്ങൾ. ചെറിയ കുഞ്ഞുങ്ങളുടെ വാക്കുകൾ വ്യക്തമാവുകയില്ലല്ലോ, പ്രത്യേകിച്ച് കട്ടിയുള്ള വാക്കുകൾ. ഇവിടെ നക്ഷത്രം എന്ന് പറയണമെങ്കിൽ ഒരു ചെറിയ കുഞ്ഞിന് ഒരിക്കലും സാധിക്കില്ല. അവൻ്റെ കൊച്ചു വാക്കുകളാണ് നക്ഷത്രങ്ങൾ എന്ന്. ഹായ്, എന്തു രസം! അച്ഛൻ പറഞ്ഞു, നക്ഷത്രമല്ല കുഞ്ഞേ, അത് മിന്നാമിനിങ്ങാണ്, ഒരു തരം പുഴു. അവൻ കണ്ടത് നക്ഷത്രമായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു, അത് നക്ഷത്രമല്ല, അതൊരു തരം മിന്നാമിനിങ്ങാണ്, ഒരു തരം പുഴു. നിങ്ങൾ മിന്നാമിനിങ്ങിനെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകണം. രാത്രിയിൽ
നല്ല ഇരുട്ടിൽ അത് മിന്നി മിന്നി അങ്ങനെ പറക്കുന്നത് കാണാൻ വലിയ രസമാണ്. നമ്മളങ്ങനെ നോക്കി നിന്നു പോകും. പക്ഷെ അതൊരു പുഴുവാണ്. യഥാർത്ഥത്തിൽ അതിനെ കാണാൻ ഒരു ഭംഗിയുമില്ല. പക്ഷേ കുട്ടിക്ക് ബോധ്യമായില്ല. ഈ അച്ഛന് എന്തറിയാം? മഴ പെയ്തപ്പോൾ ആകാശത്ത് നിന്ന നക്ഷത്രങ്ങൾ എല്ലാം കൂടെ താഴോട്ട് പോന്നതാണ്. അതല്ലേ? ദേ മാനത്ത് ഒറ്റ എണ്ണമില്ലല്ലോ. കുട്ടി വാശി പിടിച്ചു. കുട്ടി പറയുകയാണ്, അച്ഛനേക്കാൾ മിടുക്കനാണ് കുട്ടി. ഈ അച്ഛൻ എന്തറിയാം? ഇത്രയും നേരം മഴയായിരുന്നല്ലോ. മഴ പെയ്തപ്പോൾ ആ മഴത്തുള്ളിയോടൊപ്പം ആകാശത്ത് നിന്ന നക്ഷത്രങ്ങളും താഴത്തേക്ക് പോന്നു. ആകാശത്തിപ്പോൾ ഒറ്റ നക്ഷത്രവുമില്ല. കുട്ടി വാശി പിടിച്ചു. അല്ലച്ചാ, നക്ഷത്രം, എനിക്ക് നക്ഷത്രത്തിനെ വേണം. അവന് നക്ഷത്രത്തിനെ വേണം. ഇത് നക്ഷത്രമല്ലെന്നും ഒരുതരം പ്രാണിയാണെന്നും പകൽ മുഴുവൻ ഇലകൾക്കിടയിലും കാനകളിലും ഒളിച്ചിരുന്ന ശേഷം രാത്രി മിനുങ്ങി നടക്കുകയാണെന്നുമൊക്കെ അച്ഛൻ പറഞ്ഞു നോക്കി. പക്ഷേ കുട്ടി കരഞ്ഞു. എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല. അവന് നക്ഷത്രത്തിനെ കൂടിയേ തീരൂ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല വാശിയായിരിക്കും. അവർ വിചാരിച്ചത് സാധിക്കണം. അതുവരെ അവർ വാശി പിടിക്കും. ഇവിടെ ഈ കുഞ്ഞിന് ആ നക്ഷത്രത്തിനെ വേണം. യഥാർത്ഥത്തിൽ അത് ഒരു മിന്നാമിനിങ്ങ മിന്നി മിന്നി പറക്കുന്നതാണ്. അച്ഛൻ സത്യാവസ്ഥ പറഞ്ഞിട്ടും കുഞ്ഞ് അത് നക്ഷത്രമാണ്, എനിക്ക് അതിന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അച്ഛൻ കുട്ടിയെയും എടുത്ത് മുറ്റത്തിറങ്ങി. കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടു പോലെ മിന്നാമിനുങ്ങുകൾ പറന്നു നടന്നിരുന്നു. അവിടെ ഒരു പ്രയോഗം, കാവ്യാത്മകമായ ഒരു പ്രയോഗം നോക്കൂ. നല്ല കറുത്ത തുണിയിലെ വെള്ളപ്പൊട്ടുപോലെയാണ് മിന്നാമിനുങ്ങുകൾ പറന്നു നടന്നിരുന്നത്. നല്ല ഇരുട്ടാണല്ലോ, ഇരുട്ടിനെയാണ് കറുത്ത തുണിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിലെ മിന്നുന്ന മിന്നാമിനുങ്ങിനെയാണ് വെള്ളപ്പൊട്ടുകൾ എന്ന് കഥാകൃത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ കൈവീശി ഒന്നിനെ പിടിച്ചു. എന്നിട്ട് കുട്ടിയുടെ മൃദുലമായ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. എന്തായാലും അവന് നക്ഷത്രത്തിനെ കൊടുത്തു. അവന് ഇക്കിളിയായി. തണുത്ത് വഴുത്ത ഒരു സാധനം കയ്യിൽ ഇഴയും പോലെ അറപ്പും സംഭ്രമവും കലർന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ അറിയാതെ കൈകുടഞ്ഞു. ആ മിന്നാമിനുങ്ങിനെ അച്ഛൻ പിടിച്ച് ആ കുഞ്ഞിന്റെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ അവനത് അറപ്പുളവാക്കുന്നു. ഒരു പുഴു, ചെറുതരം പുഴു പോലെയാണല്ലോ ഇതിരിക്കുന്നത്. അവന്റെ കയ്യിൽ അത് ഇഴഞ്ഞപ്പോൾ അവൻ അറപ്പും സംഭ്രമവും കലർന്ന ഒരു ശബ്ദം അവൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവൻ അറിയാതെ കൈ കുടഞ്ഞു. നക്ഷത്രമത മുറ്റത്തെ റോസാ ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്ന് മിനുങ്ങുന്നു. അത് തെറിച്ചുപോയി ഒരു റോസാ ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് അത് മിന്നുകയാണ്. അവന് ഏതുപോലെയാണ് തോന്നിയത്? അപ്പോൾ അമ്മയുടെ കാതിലെ കമ്മല് പോലെ. അവന്റെ അമ്മയുടെ കാതിൽ കമ്മലുണ്ട്, സ്വർണ്ണ കമ്മൽ. അതിങ്ങനെ തിളങ്ങും. ഇപ്പോൾ അതുപോലെയാണ് അമ്മയുടെ കാതിലെ കമ്മല് പോലെ ആ മിന്നാമിനിങ് ആ റോസാ ചെടിയിൽ ഇരുന്നങ്ങനെ തിളങ്ങുന്നതായിട്ട് അവന് തോന്നി. അവൻ അമ്മയെക്കുറിച്ച് ഓർക്കുന്നു. കുട്ടി പിന്നെയും ചിണുങ്ങി തുടങ്ങി. എനിക്ക് എന്തു വേണം? ഇത്രയും നേരം നക്ഷത്രം മതി എന്ന് പറഞ്ഞ് വാശിയെടുത്ത ആ കുഞ്ഞിന് പെട്ടെന്ന് അമ്മയുടെ കമ്മൽ ഓർത്തപ്പോൾ അവന് അമ്മയുടെ കമ്മല് വേണമെന്നായി. എനിക്ക് കമ്മല് വേണമച്ചാ, കമ്മൽ. അവന് ഉറങ്ങാൻ നേരമായിരുന്നു. അച്ഛൻ ആ മിന്നാമിനിങ്ങിനെ എടുത്ത് ഒരു കുപ്പിയിലാക്കി. കിടപ്പറയുടെ ജനാലയിൽ വെച്ചു കൊടുത്തു. അവനത് നോക്കിയേ കിടന്നു. അച്ഛൻ ആ പിടിച്ച മിന്നാമിനിങ്ങിനെ ഒരു കുപ്പിയിലാക്കി അവൻ ഉറങ്ങുന്ന മുറിയുടെ ജനാലയിൽ വെച്ചു. അവൻ ഉറങ്ങാനായി കിടന്നപ്പോൾ അതിനെ നോക്കി അങ്ങനെ കിടന്നു. അത് മിന്നുന്നു, മായുന്നു, പിന്നെയും മിന്നുന്നു. അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ. അവൻ ഓർക്കുകയാണ്, ഇത് അമ്മയുടെ കമ്മലല്ല തീർച്ചയായിട്ടും. കാരണം അമ്മയുടെ കമ്മൽ മിന്നും, പക്ഷെ അത് മായാറില്ല. ഇവിടെ മിന്നാമിനിങ്ങ ഇടയ്ക്കൊന്ന് മിന്നും, പിന്നെ മിന്നലു മാറും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മുഴുവൻ സമയവും അത് മിന്നി നിൽക്കുകയില്ലല്ലോ. കുഞ്ഞ് സംശയിക്കുകയാണ്, ഇത് അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ.
മിന്നാമിനുങ്ങിന്റെ ചിറക് ചിമ്മുകയും വിടരുകയും ചെയ്യും പോലെ ക്രമേണ അവന്റെ കണ്ണുകളും ചിമ്മി നിവരാൻ തുടങ്ങി. അങ്ങനെ അവൻ ഉറക്കത്തിലേക്ക്, മിന്നാമിനുങ്ങ് മിന്നി മിന്നി നിൽക്കുന്നത് പോലെ പതുക്കെ പതുക്കെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടു പോലെ 1000 മിന്നാമിനുങ്ങുകൾ തലയിൽ കടന്ന് മൂളിപ്പറക്കുന്നു. മിനുങ്ങുന്ന തല, നേർത്ത ചിറക്, നക്ഷത്ര കണ്ണുകൾ, ഹായ് പൂ പോലെ കാറ്റിൽ പറന്ന് പറന്ന് ഇങ്ങനെ പൊങ്ങാനെന്ത് രസം. അപ്പൊ അവനങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ ആ മിന്നാമിനുങ്ങുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. കറുത്ത തുണിയില് വെള്ളപ്പൊട്ടു പോലെ 1000 മിന്നാമിനുങ്ങുകൾ തലയിൽ കടന്ന് മൂളിപ്പറക്കുകയാണ്. മിനുങ്ങുന്ന തലയാണ്, നേർത്ത ചിറക്, നക്ഷത്ര കണ്ണുകൾ, പൂ പോലെ കാറ്റിൽ പറന്ന് പറന്ന് ഇങ്ങനെ പൊങ്ങാനെന്ത് രസം. ഉറക്കത്തിലേക്ക് വഴുതി വീണ അവൻ പതുക്കെ പതുക്കെ സ്വപ്നലോകത്തേക്ക് കടക്കുകയാണ്. ആ സ്വപ്നലോകത്തിൽ അവൻ മിന്നാമിനുങ്ങിനെ പോലെ പറന്ന് പറന്ന് ഇങ്ങനെ ഉയരുകയാണ്. കിനാവിന്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു. കിനാവ് സ്വപ്നം, സ്വപ്നത്തിന്റെ ചിറകുകൾ വീശി വീശി, ഇവിടെ സ്വപ്നത്തിന് ചിറകുകളുണ്ടെന്ന് കഥാകാരി പറയുന്നു. അത് പറക്കുകയാണ്. അങ്ങനെ വീശി വീശി അവൻ ഉയരുകയാണ്. മിന്നാമിനുങ്ങിന്റെയും പൂക്കളുടെയും നാട്ടിൽ നിന്നും നക്ഷത്രങ്ങളുടെയും മഴവില്ലിന്റെയും ലോകത്തിലേക്ക് അവൻ എത്തിച്ചേർന്നു. അവൻ ഇത്രയും നേരം ഭൂമിയിലായിരുന്നു. അവിടെ മിന്നാമിനുങ്ങുകൾ ഉണ്ടായിരുന്നു, പൂക്കൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും അവൻ പതുക്കെ എവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു? ദൂരെ നക്ഷത്രങ്ങളുടെയും മഴവില്ലിന്റെയും ലോകത്തേക്ക്. നക്ഷത്രങ്ങളും മഴവില്ലും നമ്മൾ ആകാശത്തിൽ കാണുന്ന 2 കാര്യങ്ങളാണല്ലോ. മഴയെല്ലാം പെയ്തു കഴിയുമ്പോൾ ആകാശത്ത് കാണുന്ന വർണ്ണാഭമായ 7 നിറങ്ങളോട് കൂടിയ ഒന്നാണ് മഴവില്ല്. എത്ര ഭംഗിയാണ്! അത് മായും വരെ നമുക്ക് നോക്കി നിൽക്കാൻ അങ്ങനെ തോന്നും. ഇതാ അവൻ ആകാശത്ത് എത്തി. അമ്മയുടെ നീലപ്പട്ട് സാരി നിവർത്തി വിരിച്ചതുപോലെയുണ്ട് ആകാശം. ആകാശം കണ്ടപ്പോഴും ആ സ്വപ്നത്തിൽ അവന് അമ്മയുടെ നീലപ്പട്ട് സാരി പോലെയാണ് തോന്നിയത്. അമ്മയുടെ നീലപ്പട്ട് സാരി നിവർത്തി വിരിച്ചതുപോലെയുണ്ട് ആകാശം. അവിടെയതാ ഒരു കോണിൽ നിന്നും നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളി അമ്മാവൻ അരിമണികൾ എണ്ണിപ്പെറുക്കുന്നു. അവൻ അവിടെ എത്തി, ആകാശത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവൻ ആരെ കാണുന്നു? നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള ചന്ദ്രനെ, അമ്പിളി അമ്മാവനെ അവൻ കാണുന്നു. അമ്പിളി അമ്മാവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അരിമണികൾ എണ്ണിപ്പെറുക്കുകയാണ്. അങ്ങനെ അവൻ വീണ്ടും നോക്കുന്നു. അപ്പോൾ അവൻ എന്തു കണ്ടു? അങ്ങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരം കണ്ടു, കുറേ ദൂരെയായിട്ട്. അതിനകത്തു നിന്നും തുടുത്ത തലപ്പാവും വെച്ച് തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് പുറപ്പെട്ടു വരികയാണ്. ദൂരെ ഒരു ചുമന്ന കൊട്ടാരം അവൻ കണ്ടു. അതിനകത്തു നിന്നും ഒരു രാജാവ്. അദ്ദേഹം തലപ്പാവ് വെച്ചിട്ടുണ്ട്, തിളങ്ങുന്ന വാളുമുണ്ട്. അവിടുന്ന് പട പുറപ്പെട്ടു വരികയാണ്. 7 കുതിരകളെ പൂട്ടിയ തേരിൽ 7 നിറമുള്ള വില്ലുമുണ്ട്, 7 കൊടിക്കൂറകളുമുണ്ട്. ആരായിരിക്കും അത്? സൂര്യൻ. സൂര്യൻ വരുന്ന ആ കാഴ്ചയാണ് ആ കുഞ്ഞ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അമ്മ പറയും പോലെ അവന്റെ മനസ്സിൽ വീണ്ടും അമ്മ കയറി വരികയാണ് സ്വപ്നത്തിൽ. എല്ലാം 7 തന്നെ. കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം പോലെ. അങ്ങനെ അവൻ ആ 7 തേരിൽ വരുന്ന ആ രാജാവിനെ, സൂര്യനെ കാണുന്നു. എല്ലാം 7 7 നിറമുള്ള വില്ലുണ്ട്, 7 കൊടിക്കൂറകളുണ്ട്, പിന്നെ തലപ്പാവ് വച്ചിട്ടുണ്ട്, തിളങ്ങുന്ന വാളുമൊക്കെ വച്ചിട്ട് വരുന്ന സൂര്യനെ കണ്ടപ്പോൾ അവന് അമ്മ പറയുന്നത് പോലെ തോന്നുകയാണ്. എല്ലാം 7. എന്നിട്ട് അവൻ ഓർക്കുന്നു, കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം പോലെ. കഥകളിയിലെ ഒരു വേഷമാണ് ചുവന്ന താടി. ആ കഥാപാത്രം അതാണ്, ചുവന്ന താടി വെച്ചാണ് അഭിനയിക്കുക. കണ്ടാൽ നമുക്ക് പേടി വരും. ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് ഈ ചുവന്ന താടി എന്ന കഥാപാത്രം കഥകളിയിൽ വരുന്നത്. അന്ന് ആ വേഷം കണ്ടിട്ട്, കഥകളിയിലെ ആ ചുവന്ന താടിയുടെ വേഷം ഈ കുഞ്ഞു കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് പേടിച്ചു.
അന്ന് അമ്പലപ്പറമ്പിൽ വെച്ച് ഈ വേഷം കണ്ടിട്ടാണ് താൻ പേടിച്ച് കരഞ്ഞതെന്നും പനി പിടിച്ചതെന്നും ബോധം കെട്ടതെന്നും അവൻ ഓർത്തു. അവൻ ആ സ്വപ്ന യാത്രയിൽ ഓർക്കുകയാണ്. താൻ അമ്പലപ്പറമ്പിൽ വെച്ച് കണ്ട ആ ചുവന്ന കഥകളിയിലെ ചുവന്ന താടിവേഷം കണ്ടിട്ട് അന്ന് ഒരുപാട് പേടിച്ചിരുന്നു, ഒരുപാട് കരഞ്ഞു. മാത്രവുമല്ല അവൻ അവന് പനി പിടിക്കുകയും ബോധം കെടുകയും ഒക്കെ ചെയ്തു. കുട്ടികൾ അങ്ങനെയാണല്ലോ. ചെറിയ കുഞ്ഞുങ്ങൾ, വലിയ ആളുകളാണെങ്കിലും പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും, പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടാൽ നമുക്ക് പേടിയായിട്ട് ചിലപ്പോൾ പനി വരാറുണ്ട്. ഇവിടെ ഈ കുഞ്ഞിന് അന്ന് ആ ചുവന്ന താടിവേഷം കണ്ടിട്ട് അവൻ പേടിച്ച് അവന് പനി പിടിക്കുന്നു. എത്ര സൂചിയാണ് കയ്യിലും പുറത്തുമായി കുത്തിയിറക്കിയത്, എത്ര കയ്പ് കഷായം കുടിച്ചു. അവൻ ഓർക്കുകയാണ്, അന്ന് പേടിച്ച് പനി വന്നപ്പോൾ എത്ര പ്രാവശ്യമാണ് സൂചി കൊണ്ട് കുത്തിയത്, എത്ര പ്രാവശ്യം കയ്പുള്ള മരുന്ന് കഴിച്ചു. എന്നിട്ട് വിങ്ങിക്കരയുന്ന തന്നെ അമ്മ മാറോടടുക്കി പിടിച്ച് മുടിയിൽ തലോടി ഉമ്മ വയ്ക്കും. ഈ സൂചിയൊക്കെ കുത്തുമ്പോൾ പേടിച്ച് വേദനിച്ച് കരയുന്ന ഈ കുഞ്ഞിനെ അമ്മ മാറോടടുക്കി പിടിച്ച് തലോടി ഉമ്മ വയ്ക്കും. ഹാ, എന്തു മധുരമാണ് അമ്മയുടെ ഉമ്മയ്ക്ക്. കുഞ്ഞോർക്കുകയാണ്, അങ്ങനെ വേദനിച്ച് പനി പിടിച്ച് ഇരിക്കുന്ന തന്നെ അമ്മ മാറോട് ചേർത്ത് ഉമ്മ വയ്ക്കുമ്പോൾ ആ ഉമ്മയ്ക്ക് എന്തു മധുരമാണ്, എന്തു മിനുസം നെറ്റിയിൽ. അമ്മ ഉമ്മ വയ്ക്കുന്ന ആ നെറ്റിയിൽ എന്തു മിനുസമാണ്. കറുത്ത മുടികൾക്കിടയിൽ മിനുങ്ങുന്ന കമ്മൽ. അങ്ങനെ ഉമ്മ വയ്ക്കുമ്പോൾ അവൻ അമ്മയുടെ കമ്മൽ കാണും. കറുത്ത മുടികളുടെ ഉള്ളിൽ അങ്ങനെ മിന്നുന്ന തിളങ്ങുന്ന ആ കമ്മൽ. നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത്? അവൻ ചിന്തിക്കുകയാണ്. നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത്? കുട്ടി ഓർത്തു നോക്കി. അവൻ ഓർക്കുകയാണ് ഏതാണ് നന്നായിട്ട് മിന്നുന്നത് എന്ന്. കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുകയായിരുന്നല്ലോ അന്ന് തന്നെ ഉമ്മ വച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ. അവനങ്ങനെ ഉറപ്പിച്ചു, തീർച്ചയായിട്ടും കമ്മലുമല്ല നക്ഷത്രവുമല്ല കൂടുതൽ തിളങ്ങുന്നത്, തൻ്റെ അമ്മയുടെ ആ കണ്ണുകൾ, അമ്മയുടെ കണ്ണുകളാണ്. കുട്ടിക്ക് ഏറ്റവും തിളങ്ങുന്നതായിട്ട് ഇവിടെ തോന്നുന്നത് കമ്മലുമല്ല നക്ഷത്രവുമല്ല, തന്നെ ഉമ്മ വയ്ക്കുമ്പോഴുള്ള അമ്മയുടെ ആ കണ്ണുകളാണ്. നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ. അമ്മയുടെ ആ കൺപീലികളുടെ ഇടയിലുള്ള ആ മിനുങ്ങുന്ന തിളങ്ങുന്ന കണ്ണുകൾ. ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടിപ്പോന്നതെന്നോർത്തപ്പോൾ അവന് ചിരി വന്നുപോയി. അവൻ ചിരിക്കുകയാണ്. ഏറ്റവും തിളക്കമുള്ള തൻ്റെ അമ്മയുടെ കണ്ണുകൾ തൻ്റെ അടുത്ത് തന്നെയുണ്ട്, എപ്പോഴും തൻ്റെ സമീപത്തുണ്ട്. ആ കണ്ണുകൾ അവിടെ ഉള്ളപ്പോൾ താൻ എന്തിനാണ് ദൂരെയുള്ള നക്ഷത്രത്തെ തേടിപ്പോന്നത്? വെറുതെ. അതോർത്തപ്പോൾ അവന് ചിരി വരികയാണ്, ഒപ്പം ദുഃഖവും വരുന്നുണ്ട്. എന്താണ് ദുഃഖത്തിന്റെ കാരണം? അവൻ അപ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. അമ്മ എവിടെ? തൻ്റെ അടുത്തില്ലല്ലോ. അവൻ സ്വപ്നത്തിൽ യാത്ര ചെയ്യുകയാണല്ലോ. ഓ, അമ്മ എവിടെ? തൻ്റെ അമ്മ. അപ്പോൾ അവന് ദുഃഖം വന്നത് തൻ്റെ അമ്മയെ ഓർത്തിട്ടാണ്. അമ്മ തൻ്റെ അടുത്തില്ലല്ലോ എന്നോർത്തിട്ട്. അങ്ങനെ അവൻ ഉറക്കത്തിൽ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു. അവൻ ഉറക്കത്തിലാണല്ലോ, നല്ല ഉറക്കത്തിലാണ് അവൻ ആ സ്വപ്നയാത്ര ചെയ്യുന്നത്. അവൻ ആകാശത്തിലേക്ക് പോകുന്നത്, അവിടെ അമ്പിളിയമ്മാവനെ കാണുന്നത്, 7 തേരുകളിൽ വരുന്ന സൂര്യനെ കാണുന്നത്. അത് കണ്ടിട്ട് അവൻ കഥകളിയിലെ ചുവന്ന വേഷത്തെ കണ്ട് പേടിച്ചത് ഓർക്കുന്നത്. ആ ഓർമ്മയിൽ അവൻ അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുന്നു. എന്നിട്ട് അവൻ ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തുകയാണ്. ഏറ്റവും താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും തിളക്കം നക്ഷത്രത്തിനുമല്ല കമ്മലിനുമല്ല, തൻ്റെ അമ്മയുടെ കണ്ണുകൾക്കാണ്. സ്നേഹം നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ തൻ്റെ അമ്മയുടെ കണ്ണുകൾക്ക്. അപ്പോൾ അവൻ അമ്മയെ തൻ്റെ അടുത്തില്ലല്ലോ എന്നോർത്തിട്ടാണ് അവൻ കരയുന്നത്. അങ്ങനെ ആ സ്വപ്നത്തിൽ മയങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞ് ചിരിക്കുകയും കരയുകയും ചെയ്യുകയാണ്. നക്ഷത്രങ്ങളുടെ നിറമുള്ള മിന്നാമിനിങ്ങിനെയും അതിനേക്കാൾ നിറമുള്ള അമ്പിളിയെയും അതിനേക്കാൾ നിറമുള്ള സൂര്യനെയും അതിനേക്കാൾ ഒരു പക്ഷേ എല്ലാറ്റിനേക്കാളും നിറമുള്ള അമ്മയുടെ മുഖത്തെയും അവൻ സ്വപ്നം കണ്ടു. അവനെല്ലാം സ്വപ്നം കണ്ടു. ഏറ്റവും അവന്
നിറമായിട്ട് തിളങ്ങുന്നതായിട്ട് അവൻ ആ സ്വപ്നത്തിൽ കണ്ടത് മറ്റൊന്നുമായിരുന്നില്ല, അവൻ്റെ അമ്മയുടെ മുഖമായിരുന്നു. അമ്മ എവിടെ? തൻ്റെ അമ്മ. തനിക്ക് അമ്മയെ കാണണമല്ലോ. പെട്ടെന്നവൻ അമ്മയുടെ മുഖം ഓർമ്മയിൽ വന്നപ്പോൾ അവന് അമ്മയെ കാണണമെന്നായി. നിറങ്ങളെല്ലാം മാഞ്ഞു. ഭീകരമായ ഇരുൾ പിന്നെയും വ്യാപിക്കുന്നു. അവൻ കരഞ്ഞു, അമ്മേ, എൻ്റെ അമ്മേ. അവൻ അമ്മയെ വിളിച്ച് കരയുകയാണ്. അതാ സ്വപ്നം അവസാനിച്ചിരിക്കുന്നു. കുട്ടി ഞെട്ടിയുണർന്നു. ഉണർന്നപ്പോഴേ അവൻ കുപ്പിയിലേക്ക് നോക്കി. അവൻ ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ്. ആ സ്വപ്നയാത്ര അവിടെ അവസാനിച്ചിരിക്കുന്നു. അവൻ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവൻ ജനലിൽ അച്ഛനൊരു കുപ്പിയിൽ മിന്നാമിനിങ്ങിനെ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് അവൻ അത് ഓർത്തിട്ട് അതിലേക്ക്, ആ കുപ്പിയിലേക്ക് നോക്കുന്നു. നക്ഷത്രം എവിടെ? മിന്നാമിനിങ് എവിടെ? ആ കുപ്പിയിൽ അവനൊന്നും കാണാൻ സാധിച്ചില്ല. മിന്നുന്നതായിട്ട് അവനൊന്നും കാണാൻ സാധിച്ചില്ല. കുപ്പിയിൽ ഒരു വൃത്തികെട്ട പുഴു ചത്തു കിടക്കുന്നു. ആ മിന്നാമിനിങ്ങാണ് ചത്തു കിടക്കുന്നത്. അതിനെ ഉറുമ്പരിക്കുന്നു. കുട്ടി അറപ്പോടെ ആർത്തു വിളിച്ചു, അച്ഛാ, നക്ഷത്രമല്ല, പുഴു. അവന് പൂർണ്ണ ബോധ്യമായി. അച്ഛൻ പറഞ്ഞല്ലോ ആ മിന്നുന്നത് നക്ഷത്രമല്ല, പുഴുവാണെന്ന്. പക്ഷെ അവൻ ആ സമയത്ത് അത് അംഗീകരിച്ചില്ല, സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവന് ഉറപ്പായി, അച്ഛാ, അത് നക്ഷത്രമല്ല, പുഴുവാണ്, വെറും പുഴു. അതിനെ എടുത്ത് ദൂരെ കളയൂ. അവനത് കണ്ടിട്ട് അറപ്പ് വരികയാണ്. എന്നിട്ട് അവൻ എന്തു ചെയ്തു? അവൻ വേഗം ചാടി എഴുന്നേറ്റ് തൻ്റെ അമ്മയുടെ മിന്നുന്ന കണ്ണുകൾ നോക്കാനായിട്ട്, അമ്മ അടുക്കളയിലായിരിക്കും, അവിടേക്ക് ഓടി. അവസാനം അവന് എന്തുമാത്രം മതിയെന്നായി? അവൻ്റെ അമ്മയുടെ അടുത്ത്. അമ്മയുടെ തിളങ്ങുന്ന കണ്ണുകളും മനോഹരമായ മുടിയും അമ്മയുടെ വാത്സല്യങ്ങളും, അതാണ് അവന് ഏറ്റവും വലുത് എന്നവന് മനസ്സിലായി. അങ്ങനെ അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. ഇത് ഓറഞ്ച് കുട്ടി എന്ന കഥയാണ്. കഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നല്ല മനോഹരമായ ഒരു കഥ. അങ്ങനെ നമ്മൾ ഈ യൂണിറ്റിൽ 3 യാത്രകളും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. യാത്ര എന്താണെന്നും അതിൻ്റെ അനുഭവങ്ങളുടെ ഗുണഗണങ്ങൾ എന്താണെന്നും അതിൻ്റെ മനോഹാരിത എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാം. അതുവരെ